ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു തേങ്ങാ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ തേങ്ങാ ബണ്ണ് വാങ്ങാറുണ്ട്, കഴിക്കാറുണ്ട്, വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നറിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ബണ്ണ് എങ്ങനെ സിമ്പിൾ മെത്തേഡിലൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തേങ്ങാ ബണ്ണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കിയാലോ? ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് 1/4 കപ്പ്, അതായത് 60 ml ആണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ തൊട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചൂടുണ്ടെന്ന്, നല്ല ചൂടില്ല. 1 ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കാണ്. അതിനുശേഷം 1 സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരും. 300 ml മൈദപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. ഇവിടെ നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഈസ്റ്റൊക്കെ ഇത് കണ്ടില്ലേ, പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിൽ നിന്ന് ഈസ്റ്റ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കൈ വെച്ചിട്ട്. കോഴിമുട്ട ബീറ്റ് ചെയ്തതിൻ്റെ ഒരു പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. അതേപോലെ തന്നെ ഒരു 60 ml പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതും കൂടി ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിമാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാണ്. അപ്പം ഞാനിവിടെ ഗീ ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാവ് വരണ വരയ്ക്കും ഒന്ന് കുഴയ്ക്കണം. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കുഴച്ച് കിട്ടും. ഗീ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ മാവ് ഒരു 10 മിനിറ്റ് തന്നെ കുഴച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ മുകളിലേക്ക് ചെറുതായി ഒന്ന് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബൗൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. ഇതൊന്ന് പൊങ്ങി വരണം. അപ്പോൾ ഞാൻ 1.5 കപ്പ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗീ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് ടൂട്ടി-ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പല കളറുള്ളതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഏലക്കായുടെ പൊടിയും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ വിട്ട് പോയിട്ടുണ്ട്. ഈ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാം. ടൂട്ടി ഫ്രൂട്ടി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അതിന് പകരം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും തേങ്ങയും മാത്രമായാലും മതി കേട്ടോ. പിന്നെ നെയ്യ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അത് കാരണമാണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് തുറന്ന് കൊടുക്കാം. അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറുതുമായിട്ട് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം കണ്ടില്ലേ, ഈ ഒരു സൈസും ഒരെണ്ണം കുറച്ച് വലുതുമായിട്ടാണ് എടുത്തത്. ഒന്ന് ബോളാക്കി എടുക്കാം. ഇതൊന്ന് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ ബോളാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട, ചെറുതായി ഒന്ന് ബോളാക്കി എടുത്താൽ മതി. ഒരു ഡവറയുടെ മൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലേക്ക് നെയ്യ് പരത്തി കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ മുകളിലേക്കാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ള ഇത് വെച്ചു കൊടുക്കാൻ പോകുന്നത്. ഏകദേശം ഒന്ന് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. തേങ്ങ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാൻ പോവാണ്. സൈഡിലേക്ക് നന്നായി ആവാത്ത രീതിയിലാണ് തേങ്ങ വെച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ള കാരണമാണ്. അടുത്തതും നമ്മൾ ഇതേപോലെ തന്നെ പരത്തിയെടുക്കാൻ പോവാണ്.
വേഗം പഠിക്കും, പാട്ട് പഠിക്കും. കനം കാണുമ്പോഴും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ സാധാ ചപ്പാത്തിയെക്കാട്ടും കുറച്ചും കൂടി കനത്തിലാണ് പരത്തി കൊടുത്തിട്ടുള്ളത്. പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കയ്യിലേക്ക് എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പരത്തിയെടുത്തേക്കാട്ടും ഒരു 2 ഇഞ്ചും കൂടി വലുപ്പത്തിൽ വേണം കേട്ടോ ഇപ്രാവശ്യം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിലേക്കില്ലേ ഈ എക്സ്ട്രാ വരുന്ന 2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷമാണ് പ്രസ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻറ്റ് പൊട്ടാണ്ടിരിക്കും ചെയ്യും. മുകളിലേക്ക് നമ്മുടെ ബണ്ണിന് ഒരു ഭംഗി കിട്ടാനും അടിയിലേക്ക് മടക്കി വെക്കുന്ന കാരണം ആ ഒരു ജോയിൻറ്റ് എന്ത് കാണൂല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം കണ്ടില്ലേ ഈ ഒരു സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ജോയിൻറ്റ് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ജോയിൻ്റ് ആയിട്ടുണ്ടാവും, മൈദമാവായ കാരണം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആവും. അപ്പം നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ട് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്, ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കോഴിമുട്ട ബീറ്റ് ചെയ്തെടുത്ത് ബാക്കിയില്ലേ നമ്മൾ പകുതി എടുത്തുള്ളൂ, അത് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ സൈഡിലേക്ക്. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പം എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓവനിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ്. ഗ്യാസ് ഓവനാണ്. അപ്പോൾ അതൊരു ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഈ ട്രേ വെച്ച് കൊടുക്കാൻ പോകുന്നത്. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അടച്ചു കൊടുക്കാൻ പോവാണ്. മീഡിയം ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് വെച്ചപ്പോൾ നമ്മുടെ തേങ്ങാ ബണ്ണൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ അതിൻ്റെ കേക്കുകൾ പല ടൈപ്പ് കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് മുകളിൽ അല്ലെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു സോഫ്റ്റും അതുപോലെ തന്നെ ഒരു ഗ്ലേസിങ്ങും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സൈഡിലേക്കും ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. ഈ ചൂടുള്ള കാരണം തന്നെ ബട്ടർ ഇങ്ങനെ തേക്കുമ്പോൾ മെൽറ്റായിട്ട് അതിലേക്ക് പിടിച്ചോളും. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് തൊട്ട് നോക്കാം. അപ്പം നല്ല ചൂടുണ്ട്, ഞാനിപ്പോൾ എടുത്തിട്ട് തന്നെ ഉള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ബണ്ണൊക്കെ കണ്ടില്ലേ, തൊട്ട് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഉള്ളിലേക്ക് പൂവും ഇങ്ങനെ വരുന്ന അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് ചെയ്യാം. ഇത് കേക്കല്ലേ അങ്ങനെ നമ്മുടെ തേങ്ങാ ബണ്ണ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ബണ്ണ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ അല്ലെങ്കിൽ മുകളിലായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ പോയിട്ട് അത് കാണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.